എല്ലാവരുടെയും നിസ്കാരം നമ്മുടെ സംസ്കാരം എന്ന എൻ്റെ ഒരു പ്രസംഗത്തിന്റെ CD നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാവും. ഞാനത് അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിസ്കാരം ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരുന്നു. തന്നെയുമല്ല, നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തോട് മിസ്രിൽ, ഈജിപ്തിൽ വീടുണ്ടാക്കാൻ പറഞ്ഞു. ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. വീടുണ്ടാക്കാൻ പറഞ്ഞു. എവിടെ? മിസ്രിൽ. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാമിനോടും ഹാറൂൻ അലൈഹിസ്സലാമിനോടും. എന്തിന് വീടുണ്ടാക്കണം? എനിക്ക് വേണ്ടി നിസ്കരിക്കുവാനുള്ള രീതിയിലുള്ള വീടുകൾ ഉണ്ടാക്കണം. വീട് എന്ന് പറഞ്ഞാൽ അത് വെറും താമസിക്കാനുള്ളത് മാത്രമല്ല, അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഒട്ടുമിക്ക ഇബാദത്തുകളുടെയും ഗേഹം നമ്മുടെ വീട് തന്നെയാണ്, സ്ഥലം വീട് തന്നെയാണ്. പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരെ, നിങ്ങളുടെ വീടുകൾ അങ്ങനെയാണ്. പെണ്ണുങ്ങൾ, സ്ത്രീകൾ അധിക ഇബാദത്തുകളും അവരുടെ 99% ഇബാദത്തും ചെയ്യുന്നത് അവരുടെ വീട്ടിൽ നിന്നാണ്. നിസ്കാരം അത് നിർവഹിക്കേണ്ടത് അവർ വീട് തന്നെയാണ്. അപ്രകാരം അവരുടെ സുന്നത്ത് നിസ്കാരങ്ങൾ, അവരുടെ ഖുർആൻ പാരായണങ്ങൾ, അവരുടെ ദാനധർമ്മങ്ങളിൽ നിന്ന് ഒട്ടുമുക്കാലും അപ്രകാരം അവരുടെ എല്ലാ നോമ്പും അവരുടെ എല്ലാ അമലുകളും അവർ ചെയ്യുന്നത് അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബിയോടും അല്ലാഹു തആല അങ്ങനെ തന്നെ പറഞ്ഞു. وَأَوْحَيْنَا إِلَى مُوسَى وَأَخِيهِ هَارُونَ أَن تَبَوَّآ لِقَوْمِكُمَا بِمِصْرَ بُيُوتًا وَاجْعَلُوا بُيُوتَكُمْ قِبْلَةً وَأَقِيمُوا الصَّلَاةَ وَبَشِّرِ الْمُؤْمِنِينَ. അല്ലാഹു പറയുകയാണ്, മൂസാ നബിയോടും ഹാറൂൻ നബിയോടും നാം ദിവ്യബോധനം നൽകി. എന്ത്? ഈജിപ്തിൽ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും വീടുകൾ ഉണ്ടാക്കണം. എന്നിട്ടോ വജഅലൂ ബുയൂതകും ഖിബ്ല, ആ വീടുകൾ നിങ്ങൾ എന്നിലേക്ക് നിസ്കരിക്കുവാനുള്ള രീതിയിൽ സംവിധാനിക്കുകയും ചെയ്യണം. നമ്മളൊക്കെ പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ ഒരു പ്രത്യേക റൂം തന്നെ ഉണ്ടായിരുന്നു. ആ റൂമിന് പറയുന്ന പേര് നിസ്കാരമുറി എന്നാണ് എൻ്റെയൊക്കെ നാട്ടിൽ പറയാം. എൻ്റെയൊക്കെ പഴയ വീടാണ്, വീട്ടിൽ അങ്ങനെ ഉണ്ട്, ഒരു നിസ്കാരമുറിയുണ്ട്. ഇപ്പോഴും ചില ആളുകൾ ഉണ്ടാവും നിസ്കരിക്കാനായിട്ടൊരു പ്രത്യേക സ്പേസ് വീട്ടിലിടാറുണ്ട്. വേറെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ബോധം തന്നെ ഉണ്ടാവില്ല. ഏതായാലും വജഅലൂ ബുയൂതകും ഖിബ്ല വഅഖീമുസ്സലാ, മൂസാ നബിയോടും അവിടുത്തെ സഹോദരനോടും പറഞ്ഞു, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യണം. ഇങ്ങനെ പറഞ്ഞാൽ, ഞാനത് വിശദമായിട്ട് പറയുന്നില്ല, എല്ലാ നബിമാരും എല്ലാ പ്രവാചകന്മാരും നിസ്കരിക്കുന്നവരും അത് കൽപ്പിക്കപ്പെട്ടവരുമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കരളിന്റെ കഷ്ണമായ, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായ ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നിർബന്ധമായ ഈ നിസ്കാരത്തിന് മുൻപ് അവിടുത്തെ മേലിൽ ചില നിസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അതേതാണ്? യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അ വഅഖവമു ഖീല. റസൂലുള്ളാഹി അങ്ങനെ പതച്ചുറങ്ങാണ്. എപ്പോ ആദ്യമായി വഹയി കിട്ടിയപ്പോ, കിടക്കണ്ട നബിയേ
ഉറങ്ങല്ല നബിയെ, ഉണരാൻ സമയമായിരിക്കുന്നു. നിങ്ങൾ എഴുന്നേൽക്കുക, നിങ്ങൾ നിസ്കരിക്കുക. രാത്രിയിൽ നിങ്ങൾ കുറച്ച് സമയമൊഴികെ ബാക്കിയെല്ലാം നിങ്ങൾ നിസ്കരിച്ചു കൊള്ളു നബിയെ. നിസ്ഫഹു, അതിന്റെ പകുതിയെങ്കിലും നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക. അതല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് വേണമെങ്കിൽ ചുരുക്കുകയും ചെയ്യാം. ഏതായാലും രാത്രി നിസ്കാരം നബിയെ നിങ്ങൾക്ക് നിർബന്ധമാണ്. തഹജ്ജുദ് നിസ്കാരം അത് നിങ്ങൾ നിർവഹിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്ന നാശിഅത്തൽ ലൈൽ, നിങ്ങൾ ആ നിസ്കാരം നിർവഹിക്കുമ്പോഴുണ്ടല്ലോ, ഹിയ അശദ്ദു വതുആ, നിങ്ങളുടെ കാൽപാദങ്ങൾ ഭൂമിയിൽ ചവിട്ടി നിൽക്കാൻ നിങ്ങൾക്ക് നല്ല ശക്തി കിട്ടും നബിയെ. നിങ്ങൾ പ്രബോധനം തുടങ്ങുകയാണല്ലോ, നിങ്ങൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയാണല്ലോ, നിങ്ങൾ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണല്ലോ. കല്ലേറുകൾ വന്നേക്കാം, വഴികളിൽ മുള്ളുകൾ വിതറപ്പെട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ വ അഖ്വമു ഖീലാ, അത് പറയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നബിയെ നിങ്ങളുടെ വാക്കിനും നല്ല ശക്തി ഉണ്ടാകും. രാത്രി നിസ്കാരത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് ആദ്യമായി പഠിപ്പിച്ചു അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ അവിടുന്ന് നിസ്കരിക്കുകയും ചെയ്തു. നിസ്കരിച്ചു എന്ന് മാത്രമല്ല, വലം തു സുന്നതമൻ അഹ്യല്ലാലാമ ഇലാ അനിഷ്തകത് ഖദമാ ഹുല്ലുറ മിൻ വരിമി, കാല് അനിഷ്തകത് ഖദമാ, കാല് നബിയോട് പരാതി പറഞ്ഞു. നബിയെ സഹിക്കാൻ കഴിയുന്നില്ല, വേദനിക്കുകയാണ്, കാലിന് പ്രയാസമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി അതിൽ തളർന്നില്ല. സാന്ദർഭികമായിട്ട് പറയുകയാണ്, നിങ്ങളൊക്കെ ഫർളുകളിൽ വലിയ ജാഗ്രത പുലർത്തുന്നവരാകും. നിസ്കരിക്കുവാൻ കഴിയുന്നവരെടുക്കേണ്ട ഏറ്റവും പുണ്യമായ ഒരു കർമ്മമാണ് രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. അത് പതിവാക്കുന്നത് ഏറെ ഗുണകരമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ റമദാനിൽ അതിനുള്ള ഏറ്റവും വലിയ അവസരവും ലഭ്യമാവുകയാണ്. ഏറ്റവും വലിയ അവസരം. കാരണം ഇശാ നിസ്കരിച്ച് ഒരൽപ്പം ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റിട്ടാണ് സുബ്ഹിയുടെ മുമ്പാണ് തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കേണ്ടത്. നിങ്ങൾ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോ സുബ്ഹി ബാങ്ക് വിളിച്ചിട്ടുണ്ടാവില്ലല്ലോ. നിസ്കരിക്കുവാൻ ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കരിക്കുവാനുള്ള സമയമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മഹ്ശറിലെ വിചാരണയുടെ വേളകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. വിചാരണ തുടങ്ങുന്നതിന്റെ മുമ്പ് അല്ലാഹുവിനോട് ചെന്ന് ശഫാഅത്തിന് വേണ്ടി, ശുപാർശക്ക് വേണ്ടി റസൂലുള്ള സുജൂദിൽ ചെയ്ത് അവസാനം അല്ലാഹു അത് സ്വീകരിക്കുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാഹു ചോദിക്കും നബിയോട്, എന്തേ കിടക്കുന്നു, എന്തേ സുജൂദിൽ വീണിരിക്കുന്നു? ഇർഫഅ റഅസക, തല ഉയർത്ത്, സൽ തുഅത, എന്താണെങ്കിലും ചോദിച്ചോ തരാം. അവിടുന്ന് പറയും, ഹിസാബ് തുടങ്ങണം, വിചാരണ തുടങ്ങണം. ശരിയായാലും വേണ്ടില്ല, സ്വർഗമായാലും വേണ്ടില്ല, നരകമായാലും വേണ്ടില്ല, തുടങ്ങണം. അല്ലാഹു തആല ആഹ്വാനം ചെയ്യും സ്വർഗത്തിലേക്ക്. വിചാരണ കൂടാതെ ആളുകൾ, അല്ലാഹു തആല അങ്ങനെയുള്ള ആളുകൾക്ക് ആദ്യം അവസരം നൽകും. അവർക്ക് ഹിസാബ് ഉണ്ടാവുകയില്ല. അവർ ഇനി മഹ്ശറിൽ നിൽക്കണ്ട, അവർ നേരെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലും. ആരാണത് എന്ന് റസൂലുള്ള പറയുകയാണ്, അല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഅ, അവരുടെ വിരിപ്പുകളെ തൊട്ട് ശരീരം അകലുന്നവരാണ്. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ടും അല്ലാഹുവിലുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ടും ഇരുട്ടിന്റെ മറവിൽ അല്ലാഹുവേ നിന്നിലേക്ക് ഞാനിതാ മുന്നിടുന്നു എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നവർക്കാണ് അല്ലാഹു തആല അങ്ങനെയുള്ള അവസരം നൽകുന്നത്. അവരെ വിളിക്കും ഒരു മലക്ക്, തഹജ്ജുദ് നിസ്കരിച്ചവരെ നിങ്ങൾ എഴുന്നേൽക്കൂ. അപ്പൊ നമ്മൾ വിചാരിക്കും കുറെ ആളുണ്ട്. റസൂലുള്ള കൂട്ടത്തിൽ പറയുകയാണ്, അവരെഴുന്നേൽക്കും. വഹും ഇല്ലാ ഖലീൽ, അവര് വളരെ കുറഞ്ഞവരെ ഉണ്ടാവുകയുള്ളൂ.
നമ്മൾ ആ കുറഞ്ഞവരിൽ പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.